ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പുതിയ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. +2 കെമിസ്ട്രിയുടെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കെമിക്കൽ കൈനറ്റിക്സ്. കൈനറ്റിക്സ് ഇസ് റിലേറ്റഡ് ടു മോഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ്, ചലനവുമായി ബന്ധപ്പെട്ടത്. ഇപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ്, മലയാളത്തിൽ അതിനെ രാസഗതികം എന്ന് വിളിക്കും. ഇപ്പോൾ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ വേഗതയെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒന്ന്, സ്പീഡ് ഓഫ് എ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ്റെ വേഗത. ഒരു റിയാക്ഷൻ്റെ വേഗതയെ നമ്മൾ റേറ്റ് എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുക. സോ കെമിക്കൽ കൈനറ്റിക്സ് ഡീൽസ് വിത്ത് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ്റെ വേഗതയെ പറ്റി പറയുന്നു. രണ്ടാമത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ്റെ വേഗതയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. Then kinetics also explains mechanism of reaction. എന്താ ഈ മെക്കാനിസം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചപ്പോൾ റിയാക്ഷൻ മെക്കാനിസം എന്ന് കേട്ടിരുന്നു. എന്താ അത്? ഒരു കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുക എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വ്യത്യസ്ത സ്റ്റെപ്പുകളെയാണ് നമ്മൾ റിയാക്ഷൻ മെക്കാനിസം എന്ന് വിളിക്കുക. നമുക്കറിയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻസിലെ ബോണ്ടുകൾ മുറിയുകയും പ്രോഡക്റ്റിൽ പുതിയ ബോണ്ടുകൾ ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് റിയാക്റ്റൻസിലെ ബോണ്ട് മുറിയുക, എങ്ങനെയാണ് പ്രോഡക്ട്സിൽ ബോണ്ട് ഫോർമേഷൻ നടക്കുക, ഇത്തരം കാര്യങ്ങളാണ് മെക്കാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കുക. സോ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് rate of a reaction, factors affecting rate of a reaction and mechanism of a reaction. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 1 by 1 ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്താണ് എന്ന് നോക്കാം. വാട്ട് ഈസ് മെന്റ് ബൈ റേറ്റ് ഓഫ് എ റിയാക്ഷൻ? ഒരു റിയാക്ഷന്റെ വേഗതയെയാണ് നമ്മൾ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ദ സ്പീഡ് വിത്ത് വിച്ച് എ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. വേഗത എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, എല്ലാ റിയാക്ഷൻസും ഒരേ വേഗത്തിലാണോ നടക്കുക? അല്ല, ചില റിയാക്ഷൻസ് വളരെ ഫാസ്റ്റായി നടക്കും, കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ. ഇപ്പോൾ വെടിമരുന്ന് കത്തുന്നു, ഇറ്റ് ഈസ് എ വെരി ഫാസ്റ്റ് റിയാക്ഷൻ. ഇരുമ്പ് തുരുമ്പിക്കുന്നു, അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒക്കെ സംഭവിക്കുന്നതാണോ? അല്ല, ധാരാളം ദിവസങ്ങൾ എടുത്ത് അല്ലെങ്കിൽ മാസങ്ങൾ എടുത്ത് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ റസ്റ്റിംഗ് ഓഫ് അയൺ ഇസ് എ വെരി സ്ലോ പ്രോസസ്. ഇനി ഒരുപാട് ഫാസ്റ്റുമല്ല, ഒരുപാട് സ്ലോയും അല്ലാതെ നടക്കുന്ന റിയാക്ഷൻസും ഉണ്ട്. ഉദാഹരണം, ആസിഡും ആൽക്കലിയും ചേർന്ന് സോൾട്ട് ഫോം ചെയ്യുന്നു. എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ്. എന്താ എസ്റ്റർ എന്ന് പറഞ്ഞാൽ? ഒരു ആസിഡും ഒരു ആൽക്കഹോളും ചേർന്നുണ്ടാകുന്ന ഓർഗാനിക് കോമ്പൗണ്ടാണ് എസ്റ്റർ. എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ്, റിയാക്ഷൻ വിത്ത് വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ഓർ ആൽക്കലി നടന്നാൽ we will get the carboxylic acid and alcohol. അതിനെയാണ് എസ്റ്റർ ഹൈഡ്രോളിസിസ് എന്ന് പറയുക. അത് ഒരുപാട് ഫാസ്റ്റുമല്ല, എന്നാൽ ഒരുപാട് സ്ലോയുമല്ല, മീഡിയം സ്പീഡിൽ നടക്കുന്ന റിയാക്ഷൻ. സോ റിയാക്ഷൻസ് ക്യാൻ ബി വെരി ഫാസ്റ്റ്, വെരി സ്ലോ ആൻഡ് റിയാക്ഷൻസ് occur വിത്ത് മീഡിയം സ്പീഡ്. അപ്പോൾ അവിടെയൊക്കെ ഈ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുക? ഒരു വാഹനത്തിൻ്റെ സ്പീഡ് അഥവാ വേഗത നമ്മൾ എങ്ങനെയാണ് പറയുക? ഇപ്പോൾ 2 വാഹനങ്ങൾ ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പുറപ്പെടുന്നു, ഒരു 20 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. അപ്പോൾ ഈ 2 വാഹനങ്ങളും ഒരേ സമയത്ത് പുറപ്പെടുകയാണ്.
വാഹനം അരമണിക്കൂർ എടുക്കുന്നു എന്ന് വിചാരിക്കുക, മറ്റേത് 20 മിനിറ്റ് എടുക്കുന്നു. അപ്പോൾ അതിൽ ഏതിനാണ് കൂടുതൽ വേഗത അല്ലെങ്കിൽ സ്പീഡ്? 20 മിനിറ്റ് കൊണ്ട് 20 കിലോമീറ്റർ ദൂരം പിന്നിട്ടയാളാണ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ അവിടെ വേഗത പറയാൻ, ആ വാഹനത്തിന്റെ വേഗത പറയാൻ നമ്മൾ 2 കാര്യങ്ങൾ എടുത്തു. ഒന്ന്, വാഹനം സഞ്ചരിച്ച ദൂരം. 2, അത് സഞ്ചരിക്കാൻ എടുത്ത സമയം. ഇപ്പൊ വേഗത നമ്മൾ പറയുക കിലോമീറ്റർ പെർ അവർ എന്ന യൂണിറ്റിലാണ്. ഒരു വാഹനത്തിന്റെ വേഗത 60 കിലോമീറ്റർ പെർ അവർ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? 1 മണിക്കൂർ ദൂരം, 1 മണിക്കൂർ സമയം കൊണ്ട് അത് 60 കിലോമീറ്റർ ദൂരം പിന്നിടുന്നു. അപ്പോൾ വാഹനത്തിന്റെ വേഗത പറയാൻ നമ്മൾ സഞ്ചരിച്ച ദൂരത്തെ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആ 2 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തു. സഞ്ചരിച്ച ദൂരം, സഞ്ചരിക്കാനെടുത്ത സമയം. അപ്പൊ അതുപോലെ നമ്മൾ എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ വേഗത പറയുക? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം കഴിയുന്നതനുസരിച്ച് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നു, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്നു. അപ്പോൾ അതിന്റെ വേഗത പറയാൻ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുക? ഞാനിപ്പോൾ വെറുതെ 2 റിയാക്ഷൻസ് എഴുതുകയാണ്, 2 ജനറൽ എക്സ്പ്രഷൻസ് എഴുതുന്നു. ആർ ഗിവിംഗ് പി, ആർ എന്ന് പറയുന്ന റിയാക്റ്റന്റ് പി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. മറ്റൊന്ന് ഞാൻ ഇങ്ങനെ വെറുതെ എഴുതുന്നു, എ ഗിവിംഗ് ബി. അപ്പോൾ സപ്പോസ് ഞാൻ 2 റിയാക്ഷൻസും ഒരേ സമയം തുടങ്ങുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ ഈ 2 റിയാക്ഷൻസിലും റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ഞാൻ തുടങ്ങിയപ്പോൾ 1 മോൾ പെർ ലിറ്റർ ആണ് എന്ന് വിചാരിക്കുക തുടക്കത്തിൽ. റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ വേഗത എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ നമ്മൾ സമയം കഴിയുന്നതിനനുസരിച്ച് റിയാക്റ്റന്റിന്റെയോ പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ച് നോക്കണം. എന്നാലല്ലേ റിയാക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കേസിൽ റിയാക്റ്റന്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ നോക്കി. അപ്പോൾ അതൊരു 0.5 മോൾ പെർ ലിറ്റർ ആണ് എനിക്ക് കിട്ടി. 10 മിനിറ്റിന് ശേഷമുള്ള രണ്ടാമത്തെ കേസിലെ എയുടെ മോളാർ കോൺസെൻട്രേഷൻ നോക്കി. അത് 0.4 മോൾ പെർ ലിറ്റർ ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 1 മോൾ പെർ ലിറ്റർ എടുത്തത് അതിന്റെ പകുതി 0.5 മോൾ പെർ ലിറ്റർ ആയി. അതായത് 0.5 മോള് ഉപയോഗിച്ച് തീർന്നു. രണ്ടാമത്തെ കേസിൽ 1 മോൾ പെർ ലിറ്റർ എടുത്തിട്ട് എത്രയായി? 0.4 ആയി. 0.6 ഉപയോഗിച്ച് തീർന്നു. അപ്പൊ ഇതിൽ ഏതാ കൂടുതൽ സ്പീഡിൽ നടക്കുക? രണ്ടാമത്തെ റിയാക്ഷനാണ് അല്ലെ? കൂടുതൽ റിയാക്റ്റന്റ് ഉപയോഗിച്ച് തീർന്നു, ഒരേ സമയമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വേഗത പറയാൻ കൺസിഡർ ചെയ്തത് റിയാക്റ്റന്റിന്റെ മോളാർ കോൺസെൻട്രേഷനും ആ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യാനെടുത്ത സമയവും നമ്മൾ കൺസിഡർ ചെയ്തു. വാഹനത്തിന്റെ വേഗത പറയാൻ സഞ്ചരിച്ച ദൂരവും സഞ്ചരിക്കാനെടുത്ത സമയവും കൺസിഡർ ചെയ്യുന്നത് പോലെ ഇവിടെ റിയാക്ഷന്റെ വേഗത പറയാൻ ഞാനിവിടെ നോക്കിയത് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷനും ആ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യാനെടുത്ത സമയവുമാണ്. ഇനി അതിന് പകരം ഞാനിപ്പോൾ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്തിട്ടാണ് വേഗത നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇതിന് പകരം പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്താലും പോരെ? റിയാക്റ്റന്റ് തന്നെ കണ്ടുപിടിക്കണമെന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? റിയാക്റ്റന്റ് ഉപയോഗിച്ച് തീരുന്നതിനനുസരിച്ച് ആര് ഫോം ചെയ്യുന്നുണ്ട്? പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോസ് റിയാക്ഷന്റെ തുടക്കത്തിൽ പ്രോഡക്റ്റ് ഇല്ല. ഇപ്പൊ 2 സ്ഥലത്ത് 0 പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കേസിൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ 0.5 മോൾ പെർ ലിറ്റർ ആണ്. രണ്ടാമത്തേതിൽ 0.6 മോൾ പെർ ലിറ്റർ.
10 മിനിറ്റിന് ശേഷം. അപ്പോൾ ഏതാ കൂടുതൽ വേഗത്തിൽ നടക്കുക? രണ്ടാമത്തേത്. കാരണം രണ്ടാമത്തേതിൽ 10 മിനിറ്റ് കൊണ്ട് 0.6 മോള് പെർ ലിറ്റർ പ്രോഡക്റ്റ് ഉണ്ടായി. അപ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചും നമുക്ക് ഒരു റിയാക്ഷന്റെ വേഗത പറയാം. അപ്പോൾ ഒരു റിയാക്ഷന്റെ വേഗതയെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇറ്റ് ഈസ് ദ decrease in concentration of reactant or increase in concentration of product with respect to time. എന്താ നമ്മൾ പറയാ? Rate is defined as the decrease in concentration of reactant or increase in concentration of product with respect to time. എന്ന് പറഞ്ഞാൽ സമയം മാറുന്നതനുസരിച്ച് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നു. ആ കുറവിനെ കുറയാനെടുക്കുന്ന സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. ആ കൂടുതലിനെ കൂടാനെടുക്കുന്ന സമയവുമായി നമുക്ക് ബന്ധിപ്പിച്ച് റേറ്റ് പറയാം. സോ rate of a reaction R, small letter R, is equal to, ഒന്നുകിൽ നമുക്ക് പറയാം decrease in concentration of reactant, ഞാൻ R എന്ന് എഴുതുക, reactant divided by time, കുറയാനെടുത്ത സമയം. or പ്രോഡക്റ്റിന്റെ ടേംസിൽ നമുക്ക് പറയാം, പ്രോഡക്റ്റ് ആകുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഴുതും ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഒരു റിയാക്ഷന്റെ വേഗത പറയാൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്? ഒന്ന്, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ആൻഡ് ആ ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന സമയം. സോ റേറ്റ് ഇസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ ടൈം ഓർ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ടൈം. നമുക്കൊന്ന് റേറ്റ് എഴുതി നോക്കാം. ഞാനൊരു ജനറൽ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ആർ ഗിവിംഗ് പി. ആർ എന്ന് പറയുന്നത് റിയാക്ടന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു, പി പ്രോഡക്റ്റ്. അപ്പൊ ഇവിടെ ഇക്വേഷൻ നോക്കിക്കേ നിങ്ങൾ, 1 മോൾ റിയാക്ടന്റ് എടുത്താൽ അത് 1 മോൾ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോ എത്ര റിയാക്ടന്റ് കുറയുന്നോ അത്രയും പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ റേറ്റ് ഓഫ് disappearance of R is equal to rate of formation of P. ശരിയല്ലേ? എത്ര കുറയുന്നോ അത്രയും അവിടെ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ നമുക്ക് റേറ്റ് ഒന്ന് എഴുതി നോക്കാം. സപ്പോസ് ഒരു ടൈം T1 എന്ന് പറയുന്ന സമയത്തിൽ റിയാക്ടന്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ R1 ആണ് എന്ന് വിചാരിക്കുക. നമ്മൾ റിയാക്ഷൻ തുടങ്ങുമ്പോൾ 2 മോൾ പെർ ലിറ്റർ എന്നൊക്കെ പറയുന്നതിന് പകരം ഞാൻ ഈ R1 എന്ന് എഴുതി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ T2 എന്ന് പറയുന്ന സമയമായപ്പോൾ റിയാക്ടന്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ R2 എന്നായിട്ട് മാറി. R1 ആയിരുന്നു, അത് കുറഞ്ഞ് R2 ആയിട്ട് മാറി. അപ്പോൾ T1 എന്നുള്ളത് T2 ആയിട്ട് മാറിയപ്പോൾ there is a decrease in concentration. അപ്പോൾ റേറ്റ് എഴുതാൻ പോവാണ്. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് പറയുമ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുകയാണ്, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R2 മൈനസ് R1 divided by time interval. T1 ആയിരുന്നത് T2 ആയി. അപ്പോൾ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് T2 മൈനസ് T1. സമയം കൂടിക്കൊണ്ടിരിക്കും.
ഡിഫറൻസ് എടുത്തിരിക്കുന്ന റിയാക്ടന്റിന്റെ മോളാർ കോൺസെൻട്രേഷന്റെ ചേഞ്ച് ആണ് കാണിച്ചിരിക്കുന്നത്, ഡിക്രീസ്. അപ്പോൾ നമുക്കറിയാം R2 ഇസ് ലെസ് ദാൻ R1. റിയാക്ഷൻ നടക്കുന്നതിനനുസരിച്ച് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ്. അപ്പോൾ R2 R1നേക്കാൾ കുറവാണ്. അപ്പോൾ ഈ വാല്യൂ, ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. പക്ഷേ റേറ്റിനെ നമുക്ക് നെഗറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ റേറ്റ് പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ പറയുന്ന സ്ഥലത്ത് നമ്മളൊരു നെഗറ്റീവ് സൈൻ കൂടി അങ്ങ് അപ്ലൈ ചെയ്യും. -1 കൊണ്ട് ഗുണിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കുറയുകയാണ് ചെയ്യുക റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ ആ ഡിക്രീസ് എടുക്കുമ്പോൾ, ആ ഡിഫറൻസ് എടുക്കുമ്പോൾ ആ വാല്യൂ നെഗറ്റീവ് ആയി പോകും. അപ്പോൾ റേറ്റും നെഗറ്റീവ് ആകും. റേറ്റ് നമുക്ക് നെഗറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ഒരു മൈനസ് സൈൻ ഇവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ മൈനസ് ഓഫ് R2 മൈനസ് R1 ബൈ T2 മൈനസ് T1. അപ്പോൾ R2 മൈനസ് R1 എന്നുള്ളത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ആണ്. അപ്പോൾ എനിക്കതിനെ മൈനസ് ഡെൽറ്റ ഓഫ് R എന്ന് എഴുതി കൂടെ, ചേഞ്ച് ഡിവൈഡഡ് ബൈ T2 minus T1 can be written as delta T minus delta of R by delta T. This is in terms of reactant. ഇനി പകരം പ്രോഡക്റ്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ വച്ചും നമുക്ക് റേറ്റ് പറയാം. ഒരു റിയാക്ഷനിലെ ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെയോ പ്രോഡക്റ്റിന്റെയോ മോളാർ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റേറ്റ് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റിയാക്ടന്റിൻ്റെ വെച്ച് എഴുതി. ഇനി ഒരു പ്രോഡക്റ്റ് ഉണ്ട് P. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചാലും കണ്ടുപിടിച്ചാലും നമുക്ക് റേറ്റ് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. T1 എന്ന് പറയുന്ന സമയത്ത് പ്രോഡക്റ്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ P1 ആണെന്ന് വിചാരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ T2 എന്ന് പറയുന്ന ഒരു സമയത്ത് പ്രോഡക്റ്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ P2 ആണ്. അപ്പോൾ സമയം കഴിയുന്നതനുസരിച്ച് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാണ് വരിക. അപ്പോൾ P2 greater than P1. So rate R is equal to increase in concentration of product എന്ന് പറയുമ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ നമുക്ക് എഴുതാം. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഇവിടെ P2 ആണ് P1നേക്കാൾ വലുത്. അപ്പോൾ ഈ വാല്യൂ പോസിറ്റീവ് ആണ്. സോ ഹിയർ this can be written as delta of P, change in concentration of product, divided by delta T. So this is rate of this reaction in terms of product. കിട്ടിയോ? ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്തത് rate of this reaction at a particular time interval ആണ്. 10 മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ 20 മിനിറ്റിന് ശേഷം അരമണിക്കൂറിന് ശേഷം ഒക്കെയുള്ള റേറ്റ് ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. റേറ്റ് at a particular time interval. So it is called average rate. Average rate. Rate at a particular time interval is called average rate. ഇനി ഇതിന് പകരം നമുക്ക് ഒരു സ്പെസിഫിക് ടൈം പറഞ്ഞ റേറ്റ് പറയാം. ഒരു റിയാക്ഷൻ തുടങ്ങിയിട്ട് 10ാമത്തെ മിനിറ്റിൽ അല്ലെങ്കിൽ 25ാമത്തെ സെക്കൻഡിൽ 30ാമത്തെ മിനിറ്റിൽ എന്നൊക്കെ പറഞ്ഞ റേറ്റ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. റേറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഇറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. എന്താണ് നമ്മൾ വിളിക്കുക? ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. റേറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. റിയാക്ഷൻ തുടങ്ങിയിട്ട് 4ാമത്തെ മിനിറ്റിൽ 32
52ാമത്തെ സെക്കൻഡിൽ 60ാമത്തെ മിനിറ്റിൽ എന്നൊക്കെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴാണ് നമ്മളതിനെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ റേറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് എ ടൈം ഇന്റർവെൽ. അതാണ് നമ്മളിവിടെ ഡെൽറ്റ ഓഫ് പി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതിയത്. ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. അപ്പോൾ നമുക്കൊന്ന് ആവറേജ് റേറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക RAV എന്നാണ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റിനെ RINST എന്ന് R ഇൻസ്റ്റന്റേനിയസ് എന്ന് വായിക്കണം. നമുക്ക് ഈ ഒരു റിയാക്ഷന്റെ കേസിൽ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും ഒന്ന് എഴുതി നോക്കാം. ആവറേജ് റേറ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. നമുക്കൊന്ന് റേറ്റ് പറയുമ്പോൾ റിയാക്ടന്റിന്റെയോ പ്രോഡക്റ്റിന്റെയോ ടേംസിൽ നമുക്ക് പറയാം. അത് ഈ ഇക്വേഷൻ അനുസരിച്ച് R ഗിവിംഗ് P R average is equal to നമുക്ക് എഴുതാം മൈനസ് ഡെൽറ്റ ഓഫ് R by ഡെൽറ്റ T. That is equal to delta of P by delta T. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെയോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെയോ മോളാർ കോൺസെൻട്രേഷൻ മെഷർ ചെയ്തിട്ട് ടൈം കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാം. എല്ലാവരുടെയും ആയിട്ട് നമ്മൾ ചെയ്യില്ല. ഒരു റിയാക്ഷനിൽ ഒന്നിലധികം റിയാക്ടൻസ് ഉണ്ടാവാം, ഒന്നിലധികം പ്രോഡക്ട്സ് ഉണ്ടാവാം. അതിൽ ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെ ടേംസിൽ നമുക്ക് റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആവറേജ് റേറ്റ് എഴുതി വെച്ചിരിക്കുന്നു. ഈ നെഗറ്റീവ് സൈൻ എന്തിനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്? റിയാക്ടന്റ് ആകുമ്പോൾ റേറ്റിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി. ഇനി ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതുമ്പോൾ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ആണ്. ഇപ്പോൾ 1ാമത്തെ മിനിറ്റിൽ 2ാമത്തെ മിനിറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ there is only a very small change in concentration. അപ്പോൾ തന്നെ ടൈമും ഡെൽറ്റ ടി is also very small. So we can write it as minus d of R. Small d stands for very small change divided by delta t എന്നുള്ളതിന് പകരം നമ്മൾ dt എന്ന് എഴുതുന്നു. is equal to delta of p എന്നുള്ളതിന് പകരം d of p by dt. This is instantaneous rate. അപ്പോൾ ആ ഡിഫറൻസ് പിടികിട്ടിയോ? What is the difference between average rate and instantaneous rate? എന്താ average rate? Rate at a particular time interval. Instantaneous rate at a particular instant. അപ്പോൾ അത് എഴുതുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എഴുതിയത് മനസ്സിലായി. ഇനി ഞാനൊരു കെമിക്കൽ റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതുകയാണ്. 2H2O2 gives 2H2O plus O2. ഹൈഡ്രജൻ പെറോക്സൈഡ് ലിക്വിഡിന്റെ ഡീകമ്പോസിഷന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആവറേജ് റേറ്റ് നമുക്ക് എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു rate is the decrease in concentration of any one of the reactant or increase in concentration of any one of the product with respect to time. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കേ, ഈ ഇക്വേഷൻ അനുസരിച്ച് 2 മോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്താൽ 2 മോൾ വാട്ടറും 1 മോൾ ഓക്സിജനും ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ റേറ്റിന് തുല്യമാണ് വാട്ടറിന്റെ ഫോർമേഷൻ റേറ്റ്. ശരിയാണോ? കാരണം 2 മോൾ H2O2 മുറിഞ്ഞാൽ 2 മോൾ വാട്ടർ തന്നെയാണ് ഫോം ചെയ്യുക. So we can say that rate of decomposition of hydrogen peroxide is equal to rate of formation of water.
പക്ഷേ ഓക്സിജൻ എടുത്ത് നോക്കിയാലോ, നമ്മൾ പറഞ്ഞല്ലോ റേറ്റ് പറയാനായിട്ട് ഒന്നുകിൽ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ വെച്ച് പറയാം, അല്ലെങ്കിൽ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ വെച്ച് പറയാം, അല്ലെങ്കിൽ ഓക്സിജന്റെ വെച്ച് പറയാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ റേറ്റുകളെല്ലാം തുല്യമായിരിക്കണം. ഒരു പ്രത്യേക സമയത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേറ്റുകളെല്ലാം തുല്യമായിരിക്കണം. പക്ഷേ ഈ ഇക്വേഷൻ അനുസരിച്ച് നോക്കിയാൽ 2 മോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് മുറിയുമ്പോൾ 2 മോൾ വാട്ടർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ റേറ്റും വാട്ടറിന്റെ ഫോർമേഷൻ റേറ്റും തുല്യമാണ്. പക്ഷേ ഓക്സിജന്റെ എടുത്ത് നോക്കിക്കേ, തുല്യമാകുമോ? ഇല്ല. കാരണം 2 മോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് മുറിഞ്ഞാൽ 1 മോൾ ഓക്സിജനെ ഫോം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓക്സിജൻ വെച്ച് നമ്മൾ പറയുന്ന റേറ്റും ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ച് പറയുന്ന റേറ്റും തുല്യമാകുമോ? ഇല്ല. കാരണം നമുക്ക് പറയാം റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ്, ഈ ഇക്വേഷൻ അനുസരിച്ച് റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് is equal to 2 into rate of formation of oxygen. ശരിയാണോ? ഹൈഡ്രജൻ പെറോക്സൈഡ് 2 എണ്ണം മുറിഞ്ഞാൽ ഒരു O2 ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ റേറ്റിന്റെ പകുതിയാണ് ഓക്സിജന്റെ ഫോർമേഷൻ റേറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഓക്സിജന്റെ ഫോർമേഷൻ റേറ്റിന്റെ ഇരട്ടിയാണ് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ റേറ്റ് അക്കോർഡിംഗ് ടു ദി ഇക്വേഷൻ. പക്ഷെ റേറ്റ് പറയുമ്പോൾ ഏത് റിയാക്ടന്റോ പ്രോഡക്റ്റോ വെച്ച് പറഞ്ഞാലും റേറ്റ് തുല്യമായിട്ട് കിട്ടണ്ടേ ഒരു പെർട്ടിക്കുലർ ടൈമിൽ? അപ്പോൾ ഇത് രണ്ടും നമ്മൾ എങ്ങനെ തുല്യമാക്കും? ഈ ഇക്വേഷൻ അനുസരിച്ച് റേറ്റ് ഓഫ് formation of oxygen is equal to decomposition rate നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ശരിയല്ലേ? റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിവൈഡഡ് ബൈ 2. ശരിയല്ലേ? അപ്പോ ഈ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് O2 നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടുകയാണ്. അപ്പോൾ ഡെൽറ്റ ഓഫ് O2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. റേറ്റ് ആകുമ്പോൾ നമ്മൾ സമയത്തോട് കണക്ട് ചെയ്താണ് ഇവിടെ പറയുക. is equal to rate of decomposition of hydrogen peroxide divided by 2. Rate of decomposition of hydrogen peroxide എന്ന് പറയുമ്പോൾ ഓർക്കണം നെഗറ്റീവ് സൈൻ ഇടും, കാരണം കുറയാണ്, റിയാക്ടന്റ് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. മൈനസ് ഡെൽറ്റ ഓഫ് H2O2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതാണ് റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം. അത് റിയാക്ടന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ. അതിന്റെ പകുതി എന്നല്ലേ പറഞ്ഞിരിക്കുക. അപ്പൊ ഇത് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, മൈനസ് 1/2 ഇൻറ്റു ഡെൽറ്റ ഓഫ് H2O2 ബൈ ഡെൽറ്റ ടി. ശരിയല്ലേ? ഇനി അപ്പോൾ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സിജനും റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡും തുല്യമായി. ഇനി ഓക്സിജനും വാട്ടറും തുല്യമാണോ? അല്ല. വാട്ടറിന്റെ ഫോർമേഷൻ റേറ്റിന്റെ പകുതിയാണ് ഓക്സിജന്റെ ഫോർമേഷൻ റേറ്റ്. 2 വാട്ടർ ഉണ്ടാകുമ്പോൾ ഒരു O2 ഉണ്ടാകും. അപ്പോൾ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു, എനിക്ക് ഇങ്ങനെയും എഴുതാമല്ലോ, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ divided by 2.
ഓക്സിജന്റെ ഫോർമേഷൻ റേറ്റിനെ നമ്മൾ തുല്യമാക്കി കൊണ്ടുവരിക. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടറിനെ നമ്മൾ എങ്ങനെ എഴുതും? ഡെൽറ്റ ഓഫ് H2O ബൈ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അത് 1/2. അപ്പോൾ ഇതെല്ലാം എല്ലാ റേറ്റുകളും തുല്യമായില്ലേ? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് O2 is equal to rate of decomposition of hydrogen peroxide by 2. It is equal to rate of formation of water by 2. അപ്പോൾ നമ്മളിവിടെ എല്ലാത്തിനെയും ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഈ 2 എന്ന് പറയുന്ന സാധനം ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ റേറ്റ് നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തില്ലേ? ആ 2 എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഇക്വേഷനിലെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ എണ്ണമാണ്. ഇവിടെ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ ബൈ 2, ആ 2 എന്ന് പറയുന്നതും ബാലൻസ്ഡ് ഇക്വേഷനിലെ വാട്ടറിന്റെ എണ്ണമാണ്. ഇത് ചെയ്തിരിക്കുന്നത് മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ റിയാക്ഷന്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നു. ആർ ആവറേജ് ഇസ് ഈക്വൽ ടു എനിക്ക് എഴുതാം -1/2 ഡെൽറ്റ ഓഫ് H2O2 ബൈ ഡെൽറ്റ ടി is equal to 1/2 delta of H2O by delta T, that is equal to delta of O2 by delta T. നമ്മൾ അവിടെ റേറ്റ് എഴുതിയപ്പോൾ ഓരോ റേറ്റ് എക്സ്പ്രഷനെയും ബാലൻസ്ഡ് ഇക്വേഷനിലെ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ 2H2O2 ഉണ്ടായിരുന്നു, അതുകൊണ്ട് 1/2 കൊണ്ട് ഗുണിച്ചു. റിയാക്ടന്റ് ആയതുകൊണ്ടാണ് നെഗറ്റീവ്സ് ആയത്. 2 വാട്ടർ ഉണ്ട്, അതുകൊണ്ട് 1/2 കൊണ്ട് ഗുണിച്ചു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 1/2 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ കോഎഫിഷ്യന്റ് 1 ആണ്, അപ്പോൾ അതുപോലെ തന്നെ എഴുതി. ഇവിടെ കിട്ടിയോ? ഇനി ഇതിന്റെ ആർ ഇൻസ്റ്റന്റേനിയസ് എഴുതാൻ പറഞ്ഞാലോ നമ്മൾ എങ്ങനെ എഴുതും? ഈ ഡെൽറ്റ ഒക്കെ മാറ്റി പകരം എന്ത് കൊടുക്കണം? ഡി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. സ്മോൾ ചേഞ്ച് ആക്കുക. -1/2 ഡി ഓഫ് H2O2 by dt is equal to 1/2 d of H2O by dt is equal to d of O2 by dt. This is instantaneous rate. കിട്ടിയോ? ഇവിടെ നമ്മൾ ഈ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തത് എല്ലാവരുടെയും റേറ്റുകൾ ഏത് റിയാക്ടന്റിന്റെയോ പ്രോഡക്റ്റിന്റെയോ ബേസിൽ പറഞ്ഞാലും റേറ്റ് തുല്യമാക്കാൻ വേണ്ടിയാണ് നമ്മൾ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടിയോ? ഒരെണ്ണം കൂടെ നമുക്ക് ഇതുപോലെ എഴുതി നോക്കാം. Another equation, N2 gas plus 3H2 gas reversibly gives 2NH3 gas. ഇവിടെ നോക്കിക്കേ, ഇക്വേഷൻ അനുസരിച്ച് 1 മോൾ നൈട്രജൻ എടുത്താൽ അതുമായി റിയാക്ട് ചെയ്യാൻ 3 മോൾ H2 വേണം. അപ്പോൾ 1 മോൾ N2 റിയാക്ട് ചെയ്യുമ്പോൾ അക്കൂട്ടത്തിൽ എത്ര മോൾ H2 കൂടെ പോയിട്ടുണ്ടാവും? 3 മോൾ H2 പോയിട്ടുണ്ടാവും. അപ്പോൾ നൈട്രജന്റെ ഡീകമ്പോസിഷൻ റേറ്റിന്റെ 3 ഇരട്ടിയാണ് ഹൈഡ്രജന്റെ ഡീകമ്പോസിഷൻ റേറ്റ്. ശരിയല്ലേ? അപ്പൊ അത് രണ്ടും തുല്യമാക്കണ്ടേ റേറ്റ് പറയുമ്പോ? ഇനി അതുപോലെ തന്നെ ഒരു N2 മുറിഞ്ഞാൽ 2 അമോണിയ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ N2ന്റെ ഡീകമ്പോസിഷൻ റേറ്റിന്റെ 2 ഇരട്ടിയാണ് അമോണിയയുടെ ഫോർമേഷൻ റേറ്റ്. അപ്പോൾ അതും തുല്യമാക്കണം. അപ്പോൾ നമുക്കൊന്ന് റേറ്റ് എഴുതി നോക്കാം. R average is equal to മൈനസ് നെഗറ്റീവ് സൈൻ മറന്നു പോകരുത്, റിയാക്ടന്റ് ആയതുകൊണ്ട് ഡെൽറ്റ ഓഫ് N2 ബൈ ഡെൽറ്റ ടി, അവിടെ കോഎഫിഷ്യന്റ് 1 ആണ്, is equal to -1/3 delta of H2 by delta T.
that is equal to product ആണ് 1/2 delta of NH3 divided by delta T. R instantaneous എഴുതിയാലോ? എങ്ങനെ എഴുതും? മൈനസ് d of N2 by dt is equal to minus 1/3 d of H2 by dt, that is equal to 1/2 d of NH3 divided by dt. Okay. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കൊരു ജനറൽ ഇക്വേഷൻ എഴുതി നോക്കാം. നമുക്ക് ഏതൊരു ഇക്വേഷൻ തന്നാലും, ഏത് കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ തന്നാലും റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജനറൽ ഫോർമുല എഴുതാം. ഞാനൊരു ജനറൽ ഇക്വേഷൻ എഴുതുകയാണ്. A moles of A plus B moles of B gives C moles of C plus D moles of D. Small a, small b, small c, small d are the coefficients of each term in the equation. അപ്പോൾ R average മക്കളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഇവിടെ എന്ത് ചെയ്യണം? A വെച്ച് ഡിവൈഡ് ചെയ്യണം. റിയാക്റ്റൻ്റ് ആണ്, അപ്പോൾ മൈനസ് സൈൻ കൊടുത്തു. മൈനസ് 1/A ഡെൽറ്റ ഓഫ് A by delta T is equal to minus 1/B delta of B by delta T, that is equal to, ഇനി നെഗറ്റീവ് സൈൻ വേണോ? വേണ്ട, പ്രോഡക്റ്റ് ആണ്. 1/C delta of capital C by delta T, that is equal to 1/D delta of B by delta T. Okay? ഇനി R instantaneous എന്ന് പറഞ്ഞേ. Minus 1/A d of A by dt, that is equal to minus 1/B d of B by dt is equal to 1/C d of C by dt, that is equal to 1/D d of D by dt. This is instantaneous rate. അപ്പോൾ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ തന്നാലും ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും എഴുതാൻ പിടികിട്ടിയില്ലേ? എഴുതാമല്ലോ നമുക്കങ്ങനെ. യൂണിറ്റ് ഓഫ് റേറ്റ്, റിയാക്ഷൻ റേറ്റിന്റെ യൂണിറ്റ്. ഒരു വാഹനത്തിന്റെ വേഗതയുടെ യൂണിറ്റ് എന്താ? കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഒരു റിയാക്ഷൻ റേറ്റിന്റെ യൂണിറ്റ് നമുക്കൊന്ന് ചെയ്ത് കണ്ടുപിടിക്കാം. എങ്ങനെയാ റേറ്റ് പറയണേ? ഒന്നുകിൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ബൈ ടൈം, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ടൈം. അപ്പോൾ ന്യൂമറേറ്ററിൽ വരിക മോളാർ കോൺസെൻട്രേഷൻ ആണ്, റിയാക്റ്റന്റിന്റെയോ പ്രോഡക്റ്റിന്റെയോ. മോളാർ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ അല്ലേ? അതിന് നമുക്ക് മോൾ ലിറ്റർ റേസ് ടു -1 എന്ന് എഴുതും. ഡിവൈഡഡ് ബൈ ടൈം ആണ്, മിനിറ്റിലോ സെക്കൻഡിലോ ഒക്കെ പറയുന്നു. അപ്പം ഞാനിവിടെ ടൈം തന്നെ എഴുതി. അപ്പം നമുക്ക് ഈ യൂണിറ്റ് ഒന്ന് എഴുതാം. ഈ ടൈമിനെ നമുക്ക് മെയിനിലേക്ക് എടുത്താലോ? മോൾ ലിറ്റർ റേസ് ടു -1 ടൈം റേസ് ടു -1. അപ്പോൾ ടൈം സെക്കൻഡിലാണ് പറയുന്നതെങ്കിൽ നമുക്ക് എഴുതാം മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. മിനിറ്റിലാണെങ്കിൽ മോൾ ലിറ്റർ റേസ് ടു -1 മിനിറ്റ് റേസ് ടു -1. അപ്പോൾ റേറ്റിന്റെ യൂണിറ്റ് കിട്ടിയല്ലോ. മോൾ ലിറ്റർ റേസ് ടു -1 ടൈം റേസ് ടു -1. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നന്നായി ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ഏത് ചാപ്റ്ററായിട്ട് തുടങ്ങിയത്? കെമിക്കൽ കൈനറ്റിക്സ്. അതിലെന്തിനെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിക്കുക? റിയാക്ഷൻ്റെ വേഗതയെ പറ്റി, വേഗതയെ അഫക്റ്റ് ചെയ്യുന്ന കാരണങ്ങളെ പറ്റി, മെക്കാനിസത്തെ പറ്റി അല്ലേ? ഡീൽസ് വിത്ത്
റേറ്റ് ഓഫ് റിയാക്ഷൻ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ആൻഡ് മെക്കാനിസം ഓഫ് റിയാക്ഷൻ. അതിൽ നമ്മളിപ്പോൾ പഠിച്ചത് എന്തിനെ പറ്റിയാ? ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ പറ്റി പഠിച്ചു. റേറ്റ് എക്സ്പ്രഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. റേറ്റിൻ്റെ യൂണിറ്റ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.